പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രായം ആയ ശേഷം മാത്രമേ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഈ അമൃതപ്പൊടി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം അതിലെ കണ്ടന്റ് ഒത്തിരി ഡിഫറെൻറ്റ് മിക്സ്ചേഴ്സ് ആയിരിക്കും. പല പല പ്രോട്ടീൻസിൻ്റെ പല പല ധാന്യങ്ങൾ പല പല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ കൂടിയിരിക്കുന്നത്. കപ്പലണ്ടി ആണെങ്കിലും മറ്റ് പലതാണെങ്കിലും അത് ഷുഗറിൻ്റെ അളവ് കുറച്ചുണ്ട്, മറ്റു പലതും മിക്സ്ഡാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 10 മാസം കഴിഞ്ഞ ശേഷം ഒരു വയസ്സിന് ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആഹാരം കഴിയും. കാരണം അതിൽ മിക്സ്ചറായിട്ട് എല്ലാം ഉണ്ട്. പല രീതിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട പല ധാന്യങ്ങളും പ്രത്യേക കലോറിയിൽ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കാം. പക്ഷേ ഏർലി ആയിട്ട് ഒരു 6 മാസത്തിലോ അല്ലെങ്കിൽ 7 മാസത്തിലോ അത് തുടങ്ങാൻ ശ്രമിക്കരുത്. കുറച്ച് വൈകി തുടങ്ങുന്നതായിരിക്കും എപ്പോഴും കുഞ്ഞിന് സേഫ്റ്റി. എപ്പോഴും ഭക്ഷണം തുടങ്ങുമ്പോൾ ഓരോന്നായിട്ട് തുടങ്ങി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്, എപ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇൻട്രൊഡ്യൂസ് ഓരോന്നായിട്ട് കൊടുത്ത് കുഞ്ഞിന് ബുദ്ധിമുട്ടില്ല, അലർജി ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ കുറച്ചൊരു മുതിർന്ന കുട്ടികളൊക്കെയാണ് ഇനിയിപ്പോൾ അമൃതം പൊടി കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, കുറുക്കി കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അമൃതം പൊടി കളയരുത്. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സ്നാക്സ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സെർവ് ചെയ്യുന്നതായിരിക്കാം.